ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊന്നും ചികിത്സ തേടിയ സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഡോക്ടർ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. KMC ഹോസ്പിറ്റലിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷേ കേരളത്തിലെ കുറേയേറെ നീ അതിലെ കൊള്ള സങ്കേതം എന്ന് പറഞ്ഞു. KMC ഹോസ്പിറ്റലിൽ നീ കൊള്ള സങ്കേതം, അവിടെ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് കൂലിക്ക് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടുത്തെ ഡോക്ടർ എന്നുള്ള പറഞ്ഞത്. ഇതിനെല്ലാം പറഞ്ഞ് വലിയൊരു അറ്റാക്ക് എന്താ പറയുക സ്ഥാപനത്തിൽ പാവങ്ങളോട് ലക്ഷങ്ങൾ പിഴിഞ്ഞുള്ള ചികിത്സാ കൊള്ള നടക്കുന്നുണ്ട്. അത് സത്യമാണ്. രോഗികളെ കച്ചവട കണ്ണോടെ കാണുന്ന ആശുപത്രികളും ഡോക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ആദ്യ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ആർക്കും അത് ബോധ്യപ്പെടും. എടാ, ഊക്കലും ഊഞ്ഞാലാട്ടവും ഉപദേശവും ആ 2-3 സാധനങ്ങളുണ്ടല്ലോ, അത് ഒരുമിച്ച് വേണ്ട കേട്ടോ. ആ സേവനം തേടാനാണ് ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊന്നും ചികിത്സ തേടിയ സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഡോക്ടർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. RJ അന്തു, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്രൊഫൈലുണ്ട്, ഷിഹാസ് ആണ് പേര്. RJ അന്തു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതുവരെ ഇതിനെ കണ്ടിട്ടില്ല. 2,34,000 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഇവനെ ന്യൂസ് ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ ജേർണലിസ്റ്റാണ്, ഏഷ്യാനെറ്റ് ന്യൂസിലും മാതൃഭൂമി ന്യൂസ് TVയിലും. ഇവൻ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഒരു റീല്, ഈ ഒരു വിഷയം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ളത് അറിയില്ല. അറിയാത്തവർക്കായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയം പറഞ്ഞുതരാം. ഇത് കേൾക്കേണ്ട സംഭവമാണ്. ഒന്ന്, ഈ വിഷയം അറിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഇവൻ്റെ ആദ്യത്തെ റീല് കണ്ട വ്യക്തികളോട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. എസ്പെഷ്യലി ഇവൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ റീല് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു 1-2 പ്രാവശ്യം കണ്ടാലും കുഴപ്പമില്ല. കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സ്ഥാപനത്തിനെതിരെ, അതായത് അവർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഇന്ന് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് റിലേറ്റഡ് ആയിട്ട് അവർ ഈടാക്കുന്ന അമിത ചാർജ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ മുതലെടുത്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്തൊരു സംഭവമായിട്ടാണ് എനിക്ക് ഇവൻ്റെ ഈ കംപ്ലീറ്റ് വിഷയത്തിനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേര് ഈ വിഷയം വന്നവരല്ലേ, വളരെ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. ഇവൻ്റെ ഫസ്റ്റത്തെ റീല് 46 ലക്ഷം പേര് ഇതുവരെ കണ്ടു കഴിഞ്ഞു. 1,26,000 പേര് ഷെയർ ചെയ്തു. 10-12,000 മെസ്സേജസ് വന്നു. 1.5 ലക്ഷം പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ഇവൻ്റെ ഒരു റീലുണ്ട്. 46 ലക്ഷം പേരിലേക്ക് എത്തിയ സംഭവം എന്താ വെച്ചാൽ, ഇവന് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. കൈക്ക് വീക്കവും വേദനയും സംഭവിച്ചു വന്നു. അപ്പോൾ ഇവൻ നേരെ KM ചെറിയാൻ ഹോസ്പിറ്റൽ ചെങ്ങന്നൂരിന് പോകുന്നു. അവിടെ പിന്നെ ഡോക്ടർ ഇവന് എക്സ്റേ എടുക്കുന്നു, CT സ്കാൻ എടുക്കാൻ പറയുന്നു. CT സ്കാൻ എടുത്തതിന് ശേഷം ഇവനോട് സർജറി പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അതായത് അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യണം, നെക്സ്റ്റ് ഡേ സർജറി വേണം എന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഇവനിത് പറ്റുന്നില്ല, ഇവനത് സംശയം തോന്നി. ഇന്നത്തെ കാലത്ത് ഓൾവേസ് ടേക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ളത് എല്ലാവരും പറയും അല്ലേ, ഒരൊറ്റ ഒപ്പീനിയനിൽ മാത്രം ഒരാൾ. പക്ഷേ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് അവർ വിശ്വസിച്ച്, ഡോക്ടേഴ്സിനെയും ആ ഒരു ഹോസ്പിറ്റലിനെയും നമുക്ക് വിശ്വസിച്ച് അവിടെ ചികിത്സ തേടുക മാത്രമേ മാർഗമുള്ളൂ. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വേറെ ഏതൊക്കെയോ ഡോക്ടേഴ്സിനെ പോയി കാണുന്നു. കണ്ട സമയത്ത് ഡോക്ടേഴ്സ് ഇവരോട് പറയുന്നത് ഇത് അങ്ങനത്തെ ഒന്നുമില്ല, ഇതൊരു സ്ക്രാച്ച് ആണെന്ന് പറയുന്നു. സ്ക്രാച്ച് എന്നൊരു മെഡിക്കൽ ടേം ഇല്ല, അതിൽ ശരിക്കും ഹെയർലൈൻ ഫ്രാക്ചർ എന്നല്ലേ പറയാം. അതൊക്കെ എക്സ്പ്ലനേഷൻ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനു ശേഷം ഒരു റീലിടുന്നു. ആ റീല് 46 ലക്ഷം പേര് കാണുന്നു. ഒരുവിധം ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ഹോസ്പിറ്റലിനെതിരെയും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെതിരെയും വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് തിരിയുന്നു. ഇവൻ പറയുന്നു ഇവനിതൊന്നുമില്ല, ജസ്റ്റ് ഒരു ബാൻഡേജ് മാത്രം ഇട്ടാൽ മതി, സർജറിയുടെ ആവശ്യമില്ല എന്നുള്ളത് ഇവൻ രണ്ടാമത് കാണിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഈ റീലിട്ടത്. ഭയങ്കര ആവേശത്തോട് ചാടി തുള്ളി ചങ്ങായി റീലിടുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു എക്സ്പ്ലനേഷൻ പ്ലസ് ഇതിന് വെല്ലുവിളിയായിട്ട് KM ചെറിയാൻ ഹോസ്പിറ്റലിലുള്ള സീനിയർ സർജൻ രംഗത്ത് വരികയാണ്, ഓർത്തോപെഡിക് സർജൻ രംഗത്ത് വരുന്നു. പുള്ളി ഇവനോട് ചലഞ്ച് ചെയ്യുന്നു. ഇതിലൊരു 2-3 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഇത് ചലഞ്ച് ചെയ്യുന്നു, നീ ഇതിൽ പറഞ്ഞ 3 കാര്യങ്ങൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ നിനക്ക് 10 ലക്ഷം രൂപ തരാം, മറിച്ചാണെന്നുണ്ടെങ്കിൽ നീ റീല് ഡിലീറ്റ് ചെയ്ത് ഇതിന് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരണം, സ്വന്തം അക്കൗണ്ടിൽ വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മഹാരാഷ്ട്ര കേസിൽ നിയമ നടപടിക്ക് പോകും എന്നും പറഞ്ഞിട്ട് ഡോക്ടർ രംഗത്ത് വന്നു. ഇതിന് മറുപടിയായിട്ട് ലെവൻ ചെയ്തൊരു വീഡിയോൻ്റെ പോസ്റ്ററാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത്.
അവൻ രണ്ടാമത് വന്ന് പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്, ഇവനെ തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇവനെ പ്രോപ്പറായിട്ട് ഇവനെ സാധാരണക്കാരനായിട്ടുള്ള ഒരു രോഗിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ഡോക്ടർക്ക് സാധിച്ചില്ല. ആ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഇവൻ എന്താ വിളിക്കേണ്ടത് അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാർ തീരുമാനിച്ചോട്ടെ. ഇവന് തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇവനിങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നത്. തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ 46 ലക്ഷം പേരിലേക്ക് ഈ സംഗതി എത്തിക്കേണ്ടത്. ഇവൻ രണ്ടാമതിട്ട ഈ ഒരു വീഡിയോ ആകെ 1500 പേരെ ലൈക്കും ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച് പേരിലേക്ക് എത്തിയിട്ടുള്ളൂ, വളരെ കുറച്ച് ഇതേ ഇവനുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ നെഗറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാനും അതിലൂടെ 2 ദിവസം മുന്നേ ഞാൻ വേറൊരു കേസ് ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. ബിഗ് ടിവിയുടെ കേസ് പറഞ്ഞിട്ട് ചില ആൾക്കാർ അപ്പുറം പറഞ്ഞിട്ട് നെഗറ്റിവിറ്റി കൊണ്ടൊന്നും ആവില്ല. പക്ഷെ നെഗറ്റിവിറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിലനിർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ആർക്ക് വൈറലാവണമെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രസ്ഥാനമോ എന്ത് നശിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതിനെതിരെ സംസാരിക്കുക. പക്ഷെ തെളിവോടുകൂടി ഈ ഡോക്ടർ സംസാരിച്ച സമയത്ത് വളരെ കൃത്യമായ ഡോക്ടർ സംസാരിച്ച് ഇവനെ വെല്ലുവിളിച്ചപ്പോൾ ഇവൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഴകുഴ മറുപടി. എന്തായാലും ഇവൻ ആദ്യം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ക്ഷമിക്കണം, വീഡിയോ ചിലപ്പോൾ ലെങ്തി ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക. നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. അത്രയും, കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിക്കാവുന്ന പല കാര്യങ്ങളുമാണ്. ഇതുപോലത്തെ ആൾക്കാരെ ഇതുപോലെ ഫെയിം ഹംഗ്രിയായിട്ട് ഇപ്പം ഞാനും എല്ലാവരും വീഡിയോ ചെയ്യുന്നത് നമുക്ക് റവന്യൂ ആണ് ഇതിൽ. പക്ഷേ ഇതൊരു മാതിരി നമ്പർ 3 നമ്പർ 4 ഏർപ്പാടാണ്. അതായത് ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 4 ആൾ അറിയും, അതിൻ്റെ പേരിൽ ആക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊരു മാതിരി ഊച്ചാളി പരിപാടിയായിപ്പോയി. ഇവൻ്റെ ഫസ്റ്റ് റീൽ കാണാം. വീഡിയോ കിടക്കുന്നതിൻ്റെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സങ്കേതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ശ്രദ്ധിക്കണം, ഇവനൊരു ഹോസ്പിറ്റലിനെ റെഫർ ചെയ്തത് കൊള്ള സങ്കേതം എന്നാണ്. വളരെ, അതായത് ഞാൻ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ കംപ്ലീറ്റ് ന്യായീകരിച്ച് വരുന്നില്ല. അവർ കാശടിക്കാനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും പല പരിപാടികളും ചെയ്യും. നമ്മളെ പോക്കറ്റിലിരിക്കുന്നത് ബിസിനസ് തന്നെയാണ്. 90% അവർക്ക് ബിസിനസ്സാണ് ഡെഫിനറ്റ്ലി. പക്ഷേ ഇതുപോലെയൊക്കെ വന്നിരുന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊള്ള സങ്കേതം എന്നൊക്കെ പറയുന്നത്, കാരണം ഒരുപാട് പേര് ഇത് ടേക്കപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയതാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഉറച്ചു നിൽക്കണം. പിന്നെ കാല് മാറരുത്. കാല് മാറുമ്പോൾ അത് വേറൊരു സാധനം അതിന് പറയുക. അതൊക്കെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ വയ്യ. കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ച് കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറിയാണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ, പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിൻ്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷിയുമില്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. എത്രയും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. 5885 രൂപ അവർ ബില്ലടപ്പിച്ചു. പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു. വളരെ കൃത്യമായിട്ട് ഡോക്ടേഴ്സിൻ്റെ പേര് ഇവൻ ഇവിടെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഇതെന്തുകൊണ്ടാണ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഈ ഡോക്ടേഴ്സാണ് ഇവനെ തിരിച്ചു പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് ഇവൻ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ, അതായത് രണ്ടാമത്തെ എക്സ്പ്ലനേഷനിൽ വരുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തേൽ ഈ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്ഷനിൽ പേര് അളിയൻ ഐഡ് ചെയ്തിട്ടുണ്ട്. സാറിനെ ഞങ്ങൾ പോയി കണ്ടു, ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ KMC ഹോസ്പിറ്റലിൽ നിന്ന് സീരിയസ് ഇഞ്ചുറിയാണ്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇവരെ അറിയിച്ചപ്പോൾ ഈ 2 ഡോക്ടർമാർ ഞെട്ടിപ്പോയി. ഏറ്റവും വിഷമിപ്പിച്ചത് 35 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. എടാ അലവലാതി, ഡോക്ടർ 35 വയസ്സുള്ള വളരെ ഏബിളായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളെ നാട്ടിൽ. അത് നിനക്ക് അറിയോ? 35 വയസ്സിന് എന്താ പ്രശ്നം? വയസ്സിന് പ്രശ്നം? 60 വയസ്സ്, എന്നാൽ പിന്നെ 70 വയസ്സ് 100 വയസ്സുള്ളത് ഏറ്റവും ഭീകരൻ ഡോക്ടറായിരിക്കുമല്ലോ. ഇപ്പം പറഞ്ഞ ഡയലോഗ് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ അവസാനത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഇതൊന്നിപ്പോൾ ഞാനിപ്പോൾ ഇവനെ ഈ ആദ്യത്തെ റീല് മാത്രം കണ്ടിരിക്കുന്നവരെ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഈ റീല് മാത്രം കണ്ടിരിക്കാവും. വെറും 35 വയസ്സ് വെച്ചാണ് അവൻ അളക്കുന്നത്.
അയാളുടെ പേരറിയാമെങ്കിലും അതിവിടെ പറയാത്തത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊള്ള നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂലിക്കാരൻ മാത്രമാണ് അയാളെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ കൊള്ള സങ്കേതമായ ഹോസ്പിറ്റലിൽ കൊള്ള നടത്താൻ ഏൽപ്പിച്ച കൂലിക്കാരനാണ് ഡോക്ടർ. എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പാവങ്ങളെ ഇവർ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും. എത്ര ശരീരങ്ങൾ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ കീറി മുറിക്കുന്നുണ്ടാവും. എത്ര ലക്ഷങ്ങൾ ഇങ്ങനെ കൊള്ള നടത്തുന്നുണ്ടാവും. ചെങ്ങന്നൂരിലെ ഈ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് കോടികൾ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ അവയവങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സാ ഇതിനാണ് അവസരം മുതലെടുക്കുക എന്ന് പറയുക. വളരെ കൃത്യമായിട്ട് ഇവൻ അവസരം മുതലാക്കിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് റീല് കണ്ടിട്ടുള്ള എൻ്റെ മനസ്സിൽ പോലും ഈ ഒരു ഹോസ്പിറ്റലിലെ കൊള്ള സങ്കേതം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് റീല് കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിയും, കാരണം അത്രയധികം കമൻസാണ് അവിടെ വന്നിട്ടുള്ളത്. കൊള്ളയും നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാവരും പ്രതികരിക്കണം. ഗവൺമെന്റ് ഇടപെടണം. ഈ കൊള്ളക്കാരെ പൂട്ടണം. ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരോട് പറയാനുള്ളത്, എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ കച്ചവടക്കണ്ണോടെ മാത്രം കണ്ട് അവരെ ഓപ്പറേഷൻ ടേബിളിൽ എത്തിച്ച് വെട്ടിക്കീറി പണമുണ്ടാക്കുന്ന മനസാക്ഷിയില്ലാത്ത നാണം കെട്ട കാലന്റെ പണി നിങ്ങൾ ചെയ്യരുത്. ഇനി ഒരാളും നിവൃത്തിയുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോവരുത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വളരെ കൃത്യമായിട്ട് ഇവൻ പറയാണ്, ആ ഒരു ഹോസ്പിറ്റലിൽ പോകരുത്. ഒരു പബ്ലിക് അവയർനെസ് ചെയ്യുന്ന പോലെയല്ല, വളരെ കൃത്യമായിട്ട് ഇവൻ പറയാണ് പോകരുത്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇവൻ്റെ അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. ഞാനത് നേരിട്ടോളാം. ഞാൻ പറഞ്ഞത് അത്രയും എൻ്റെ അനുഭവങ്ങളാണ്. 100% സത്യമാണ്. കൊള്ള നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിങ്ങളുടെ അനുഭവങ്ങളും കമൻറ്റ് ചെയ്യുക. മനുഷ്യർക്കിടയിൽ ഈ കൊള്ളക്കാരെ പൂട്ടാൻ കഴിയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ഒരു വീഡിയോ അളിയനിട്ടു. അതിന് മറുപടിയായിട്ട് അവിടുത്തെ ഡോക്ടർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഒരു നിമിഷം. സംഭവങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ആ റീലിൽ അദ്ദേഹം കാണിക്കുന്ന തരത്തിൽ ഒരു മിന്നായം പോലെ മിന്നി മറിയുന്ന ആ എക്സ്റേ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ അസുരോഗത്തെക്കുറിച്ച് വിവരമുള്ള ആൾ പോലും വേണ്ട. ഒരു സാധാരണ മനുഷ്യൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് നോർമൽ അല്ല, അതിനകത്തൊരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഫിലിം അദ്ദേഹം കാണിക്കുന്നതിൽ ഒരു CD കാണിക്കുന്നത്. CD കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അതിനുശേഷം അദ്ദേഹം കാണിക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു ക്വാളിഫൈഡ് റേഡിയോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഓഫ് ഡിസ്റ്റൽ എൻഡ് ഓഫ് റേഡിയസ്. പറയുകയാണെന്നുണ്ടെങ്കിൽ അകന്നിരിക്കുന്ന നമ്മുടെ കൈക്കുഴ റിസ്റ്റ് ജോയിന്റിന്റെ കുഴയിലുള്ള റേഡിയസ് എന്ന് പറയുന്ന അസ്ഥിയിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന്. 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചറിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഓർത്തോപെഡിക് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സർജറിയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം നാട്ടിലോട്ട് പോവുകയും അവിടെ ഏതോ ഒരു ഡോക്ടറെ ഇതെല്ലാം കാണിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കണ്ട് ഇത് സർജറി വേണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഞെട്ടി തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. വേറെ ഒരു ഡോക്ടറെ കാണിച്ചു, ആ ഡോക്ടർ ഞെട്ടി എന്നാണ് പറയുന്നത്. ഈ 2 ഡോക്ടർമാർ ഞെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, ഇതിലൊരു സ്ക്രാച്ച് ഉള്ളതെന്ന് പറഞ്ഞു. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. ഓർത്തോപെഡിക്സിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. അത് പറഞ്ഞ ഡോക്ടർ ആയിരിക്കത്തില്ല, ഇദ്ദേഹത്തിന് തോന്നിയ ഒരു ഐഡിയ ആയിരിക്കും ഈ സ്ക്രാച്ച് എന്നുള്ള വാക്ക്. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിനെ നമ്മളൊരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ സ്ക്രാച്ചിന് എനിക്ക് കൊടുക്കാൻ തോന്നിയ ഒരു നിർവചനം അങ്ങനെയാണ്, ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ ആണെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റർ ആവശ്യമാണ്. ഇദ്ദേഹത്തിന് റീൽ ചെയ്തേക്കുന്ന വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാലറിയാം, അദ്ദേഹം കയ്യിൽ ഒരു ബാൻഡേജ് മാത്രം ചുറ്റിയിട്ടാണ് പറഞ്ഞു. 3 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം ശരി. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവൻ ബാൻഡേജ് ചുറ്റിയിട്ടാണ്, അതായത് സർജറി വേണം എന്നൊക്കെ പറഞ്ഞെടുത്തുനിന്ന് ഇവൻ ബാൻഡേജ് ചുറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഫൈനൽ റീലിൽ ഇവൻ വന്നിട്ടുള്ള എക്സ്പ്ലനേഷനിൽ ഇവൻ എന്ത് ചുറ്റിയിട്ടാണ് വരുന്നത് അതും ടാബ്ലറ്റ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഈ എക്സ്റേ വേറെ ഒരു ഡോക്ടറെ കാണിച്ച് പുള്ളി ഞെട്ടിയെന്നാണ് പറയുന്നത്. ഞെട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി ഞെട്ടി എന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ റീല് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റീല് കണ്ട് ഞെട്ടി പ്രതികരിച്ച ജനങ്ങളോടും അദ്ദേഹത്തിന്റെ എക്സ്റേ കണ്ട് ഞെട്ടിയ ഡോക്ടർമാരോടും പിന്നെ പൊതുവായിട്ടുള്ള ഒരു വിവരത്തിനും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോയിന്റിനുള്ളിലോട്ട് പൊട്ടലിന്റെ വര, അല്ലെങ്കിൽ പൊട്ടൽ നിങ്ങളുടെ ജോയിന്റിനുള്ളിലോട്ട് നീങ്ങി അത് ജോയിന്റിനുള്ളിലൂടെയാണ് ആ പൊട്ടലിന്റെ വര കടന്നു പോകുന്നതെങ്കിലാണ് അതിനെ നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ എക്സ്റേയിലും CTയിലുമുള്ള ഫൈൻഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറയുന്നത്, അതായത് പൊട്ടൽ ജോയിന്റിനകത്തോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ആ പൊട്ടലിന്റെ വര ജോയിന്റിനുള്ളിലേക്കാണ് പോകുന്നത്. ആ പൊട്ടിയ ഒരു ഭാഗം നമുക്ക് കൈക്കൊടിയിൽ 2 ജോയിന്റ് ഉണ്ട്. അതിനെ നമ്മൾ റേഡിയോ കാർപ്പൽ ജോയിന്റ് എന്ന് പറയുന്നത് റേഡിയസും നമ്മുടെ കയ്യിലെ ചെറിയ അസ്ഥികളും കൂടെയുള്ള ജോയിന്റ്, രണ്ടാമത്തേത് റേഡിയസും അൾനയും തമ്മിലുള്ള ജോയിന്റ്. ഈ 2 ജോയിന്റിലും ഇൻവോൾവ് ആണ്. ഒരു പീസ് അതിൽ നിന്ന് നടന്നു മാറിയാണ് ഇരിക്കുന്നത്. അപ്പം ലോകത്തെല്ലായിടത്തും ഇതിനൊരു ട്രീറ്റ്മെന്റേ ഉള്ളൂ.
റിജിഡ് ഇന്റേണൽ ഫിക്സേഷൻ, അനാറ്റമിക്കൽ റിഡക്ഷൻ ആൻഡ് റിജിഡ് ഇന്റേണൽ ഫിക്സേഷൻ. അതാണ് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജോയിന്റിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റ്. ഇതല്ലാതെ ഇതിന് വേറെ ഒരു ട്രീറ്റ്മെന്റും ഇല്ല. അപ്പോൾ ഇത് കണ്ട അദ്ദേഹം, ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഞെട്ടിയെന്ന് പറയുന്ന ഡോക്ടർ, എന്തുകൊണ്ടാണ് ഞെട്ടിയത് എന്ന് എനിക്ക് ഇതിനകത്തൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഇതിന്റെ ട്രീറ്റ്മെന്റ് എൻ്റെ ജൂനിയർ കൊളീഗ് പറഞ്ഞ റിജിഡ് ഇന്റേണൽ ഫിക്സേഷൻ ആഫ്റ്റർ അച്ചീവിങ് ആൻ അനാറ്റമിക്കൽ റിഡക്ഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു ബാൻഡേജ് ഒട്ടിക്കോ, 3 ആഴ്ച, കൃത്യം 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഷിഹാസിൻ്റെ കൈ പഴയതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ലോകത്തെങ്ങുമില്ല. ഒരു ചെറിയ ക്രാക്ക്, അദ്ദേഹം പറയുന്ന സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ക്രാക്ക് ആണെങ്കിൽ പോലും പ്ലാസ്റ്റർ തന്നെയാണ് ട്രീറ്റ്മെന്റ്. അല്ലാതെ ബാൻഡേജ് എന്ന് പറയുന്ന ഒരു സാധനം ചുറ്റി ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പിന്നെ ഈ കേട്ടോണ്ട് ഷിഹാസ് ഇത് കേൾക്കുകയാണെങ്കിൽ ഷിഹാസിനും പിന്നെ ബാക്കിയുള്ള പൊതുജനങ്ങളുടെയും ഒരു അറിവിലേക്ക് വേണ്ടി പറയണം. ഇത്തരം ഇൻട്രാർട്ടിക്കുലർ ഫ്രാക്ചേഴ്സിനെ നിങ്ങൾ ഇതേപോലെ ലോകത്തെങ്ങും ഇല്ലാത്തുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് പോയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു സ്റ്റേബിൾ ഫ്രാക്ചർ അല്ല. ആ പീസ് ഒരിക്കലും അവിടെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനോ ശരിയല്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ അത് മാറി, അത് ആ ജോയിന്റിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ലൂണേറ്റ് എന്ന് പറയുന്ന ബോണും പകുതി പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ആ പൊസിഷൻ അക്സെപ്റ്റബിൾ അല്ല. ഇനിയിപ്പോൾ അഥവാ നമ്മൾ കൈകൊണ്ടോ വല്ലതും വലിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് നമ്മൾ അതിനെ പിടിച്ചിടുകയാണെങ്കിൽ പോലും അത് അവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇളകി പോരാതിരിക്കാനായിട്ട് അതിനെ ഒരു ടൈറ്റാനിയം പ്ലേറ്റ് വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഫിക്സ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് അത് ഊരിപ്പോരത്തില്ല, 100% ഉറപ്പുണ്ട്. അതിനെ 100% അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ, അത് എങ്ങനെയാണോ ഇരുന്നിട്ട് ആ പൊസിഷനിലോട്ട് തിരിച്ച് വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് പ്ലാസ്റ്ററിൻ്റെ ആവശ്യമില്ല. പ്ലാസ്റ്റർ നീര് കുറയുന്നിടം വരെയോ അല്ലെന്നുണ്ടെങ്കിൽ വേദന മാറുന്നിടം വരെയോ പ്ലാസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കൈ അനക്കാം. കൈ അനക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം? നിങ്ങൾക്ക് മസിൽ ലോസ് വരികയില്ല, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് വരത്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാം. അതുകൊണ്ടാണ് ഇത്തരം ഫ്രാക്ചേഴ്സിന് സർജിക്കൽ കറക്ഷനാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് ഡോക്ടർ എൻ്റെ ജൂനിയർ കൊളീഗ് നിങ്ങളെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ റീലിട്ട മിസ്റ്റർ ഷിഹാസിനെ ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു സ്ക്രാച്ച്. അപ്പം ആ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു അൺഡിസ്പ്ലേസ്ഡ് ഒരു കോർട്ടിക്കൽ ക്രാക്ക് അഥവാ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ആണെന്നാണ്. അപ്പോൾ ആ ഒരു അൺഡിസ്പ്ലേസ്ഡ് കോർട്ടിക്കൽ ക്രാക്ക് അല്ലെങ്കിൽ ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ മാത്രമേ ഉള്ളായിരുന്നു ഇതിൽ, അല്ല ഇതിൽ ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ അലിഗേഷൻ, ഇത്തരം കണ്ടീഷനുകളിൽ അതേപോലത്തെ ഇത്തരം ഫ്രാക്ചറുകളിൽ CT സ്കാൻ ഒരു അനാവശ്യ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളെ കൊണ്ട് CT എടുപ്പിച്ച് 5000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ബില്ലായി എന്ന് പറയും. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ CT സ്കാൻ ഒരു എസെൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ CT സ്കാനിലൂടെ മാത്രമേ ഈ ഫ്രാഗ്മെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റോ ഇതിന്റെ ട്രീറ്റ്മെന്റോ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നു. ഇത് അല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. 3, ഇത്തരം ഫ്രാക്ചറുകളിൽ സർജറിയാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ പറയുന്നു. The best treatment for a 30-year-old man with a displaced intra-articular fracture, the best treatment is anatomical reduction and rigid internal fixation to facilitate early movement to avoid stiffness. ആണെന്ന് ഞാൻ പറയുന്നു. ഇതല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണം, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. ഇതിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ചാണ്. ഷിഹാസിന് മാത്രമല്ല, ഷിഹാസിൻ്റെ നോട് അനുദവിച്ച് കമന്റ് ഇട്ട് ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിൽ ഒന്നും പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ 4 ദിവസത്തെ സമയം തരാം. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും. യെസ്, ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം RJ അന്തുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. ഈ എക്സ്പ്ലനേഷനാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ലെവൻ എന്ത് രീതിയിലാണ് മലക്കം പറഞ്ഞ്, സംസാരിക്കാൻ അറിയാമെന്ന് വിചാരിച്ചിട്ടേ, കുറച്ച് സംസാരിക്കാൻ അറിയാം, നാക്കിട്ട് അലക്കാൻ അറിയാമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാരെ പൊട്ടറാക്കണ പരിപാടി എടുക്കരുത്. ഇനി ഇവൻ്റെ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കുണ്ടായ വളരെ മോശം അനുഭവം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സത്യസന്ധമായി ഞാൻ ഇത്രയൊക്കെ ഇളിഞ്ഞിട്ടും ഈ ഒരു കോൺഫിഡൻസിന് ഒരു കുറവില്ല ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് KMC ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി വീഡിയോയും എന്നോടുള്ള അവരുടെ വെല്ലുവിളിയും കേട്ടു. എല്ലാ വെല്ലുവിളികൾക്കുമുള്ള ഉത്തരവും KM ചെറിയാൻ ആശുപത്രിയോടുള്ള എന്റെ ചില ചോദ്യങ്ങളും കുറച്ച് പാവങ്ങളുടെ വേദനയുമാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും മുഴുവനായി ഈ വീഡിയോ കാണണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്ത സർജറിക്ക് 2 ലക്ഷം രൂപ. അവർ ചോദിച്ചത് തെളിയിച്ചു കൊടുക്കുക, അല്ലാണ്ട് നീ തിരിച്ച് ചോദ്യം ചോദിക്കുക. പിന്നെ കുറെ പാവങ്ങളുടെതും ഇതൊക്കെ വെച്ചിട്ട് നമ്പർ നീ പിന്നെ കാണുന്ന ആൾക്കാരെ പൊട്ടണാക്കുക കേട്ടോ. അത് മാത്രമല്ല, റീച്ചിന് വേണ്ടി ഇത്രയും തരം താഴരുത്. ഒന്നുമില്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ചിലവാകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ സർജറിയുടെ ചിലവിനെ കുറിച്ചോ 2 ലക്ഷം രൂപ എന്ന വലിയ തുകയെക്കുറിച്ചോ നിങ്ങളുടെ വീഡിയോയിൽ ഒരു വാക്ക് പോലും പറയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് തന്നെ അഡ്മിറ്റായി നാളെ രാവിലെ സർജറി ചെയ്യാമെന്നും ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനേ ഇല്ല എന്നുമാണ് എന്നെ ചികിത്സിച്ച KMC ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇത്ര വേഗം
എടാ എനിക്ക് വളരെ കൃത്യമായിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ലേ ഈ വീഡിയോയിൽ, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. എന്താ എനിക്ക് മാത്രം മനസ്സിലായി? 2 ലക്ഷമാണ് എൻ്റെ പ്രശ്നം. ഓപ്പറേഷൻ തിയേറ്റർ ടേബിളിൽ എത്തിക്കാൻ മാത്രം എന്ത് എമർജൻസി കണ്ടീഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്? നിങ്ങൾ എന്തിനാണ് അത്രയ്ക്ക് ധൃതി കാണിച്ചത്? ഡോക്ടർ എന്നോട് സംസാരിച്ച ആദ്യ വാചകം തന്നെ സർജറി വേണമെന്നാണ്. എന്റെ ആരോഗ്യസ്ഥിതിയോ ഒരു ആശ്വാസ വാക്കോ പറയാതെ എത്രയും ഇത് എൻജി പണിക്കരുടെ ഷാജി കൈലാസിന്റെ സിനിമയൊക്കെ പോലെയാണ്. ഡ്യൂട്ടി മാനേജറോട് സർജറി കോസ്റ്റ് ചോദിച്ചു വരൂ എന്ന് തിടുക്കം കാട്ടിയത് എന്തിനാണ്? നിങ്ങളുടെ മുന്നിലെത്തിയ ഒരു പേഷ്യന്റിനോട് ഒരു ഡോക്ടറെ കാണിക്കേണ്ട മനസാക്ഷിയുടെ ഒരു അംശം കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ 13 മിനിറ്റ് എടുത്ത് എന്റെ രോഗാവസ്ഥയും ഈ സർജറിയുടെ ഇമ്പോർട്ടൻസും വിശദമാക്കാൻ കാണിച്ച വലിയ മനസ്സ് നേരത്തെ കാണിക്കാതിരുന്നതും ഒരു രോഗിയോട് ഡോക്ടർ ചെയ്യേണ്ട കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതിരുന്നതും എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സർജറിക്ക് ശേഷം പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. എന്നാൽ എന്നോട് ഡോക്ടർ പറഞ്ഞത് സർജറിക്ക് ശേഷവും 6 ആഴ്ച ഉറപ്പായും പ്ലാസ്റ്റർ. ഒരു ലൈൻ ബസ് കയറിക്കോ, പ്രൈവറ്റ് ബസ്സിൽ. എന്തുകൊണ്ടാണ് ഇടണമെന്നാണ്. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡ്യൂട്ടി മാനേജറോട് ഓപ്പറേഷന്റെ ചിലവിനെ കുറിച്ച് സംസാരിക്കാൻ പോയത് ഞാനല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ ആണ്. ഇത്തരം തെറ്റുകൾ വീഡിയോയിൽ വരാൻ ഒരു കാരണമുണ്ട്. എന്നെ ചികിത്സിച്ച ഡോക്ടർ അല്ല ഈ വീഡിയോയിൽ മറുപടി പറയുന്നത്. വീഡിയോയിൽ സംസാരിക്കുന്ന കൃഷ്ണകുമാർ മഹാദേവൻ സാർ എന്നെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. അദ്ദേഹം ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രം വെച്ചാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നെ തെരഞ്ഞുപിടിച്ച് പറഞ്ഞാണ് ഹോസ്പിറ്റലിന്റെ മുക്കിനും മൂലയ്ക്കും ഓഡിയോ റെക്കോർഡിംഗുള്ള CCTV ക്യാമറകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നെ ചികിത്സിച്ച ഭാഗത്തെയും ഡോക്ടറും ഡ്യൂട്ടി മാനേജറും ഞങ്ങളോട് സംസാരിച്ച സ്ഥലത്തെയും വീഡിയോ, ഓഡിയോ, CCTV റെക്കോർഡുകൾ നിങ്ങൾ പുറത്തുവിടണം. നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കള്ളമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി എനിക്ക് വന്ന കുറേയേറെ മെസ്സേജുകളിൽ കുറച്ചെണ്ണം ഞാൻ എന്താ വെല്ലുവിളിന്റെ സീസണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് കളിക്കുന്നത് കാണിക്കാം. അതിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റാഫിന്റെ മെസ്സേജ് ഉണ്ട്, നിങ്ങളുടെ നാട്ടുകാരുടെ മെസ്സേജ് ഉണ്ട്. നിങ്ങളെ വിശ്വസിച്ച് KM ചെറിയാൻ ഹോസ്പിറ്റലിൽ എന്താ സ്റ്റാഫ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ KMCയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. മിസ്റ്റർ അനന്തു പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ഡോക്ടർ അരുൺ ER ഹെഡാണ്. അവന് തലക്കനം കുറച്ച് കൂടുതലാണ്. അവന് പേഷ്യൻസിനെ നോക്കാനൊന്നും അറിയില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തുമാത്രം പേഷ്യൻസിനെ പിഴിയും നമുക്കറിയാം. ഇതാരാണ് എഴുതിയെന്നുള്ളത് അവർ നോക്കിക്കോട്ടെ. നിങ്ങളുടെ നാട്ടുകാരുടെ മെസ്സേജ് ഉണ്ട്. നിങ്ങളെ വിശ്വസിച്ച് KM ചെറിയാൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ കുറെ പാവങ്ങളുടെ മെസ്സേജ് ഉണ്ട്. ഇനി ഞാൻ ആദ്യം ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ദുരിതം അനുഭവിക്കുന്ന 100 കണക്കിന് പേരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെയും കാണാം. എനിക്ക് മറുപടി പറയാൻ കാണിച്ച ഈ ആർജവത്തിന്റെ 100ൽ ഒരു അംശം വെച്ച് അടുത്ത വീഡിയോയിൽ ഈ പാവങ്ങൾക്ക് കൂടി നിങ്ങൾ മറുപടി കൊടുക്കണം. അവരുടെ വേദന നിങ്ങൾക്ക് ഒരു ഉശിരും പൊടി ഇല്ലെങ്കിലും നാക്കിട്ടലക്കാനും കോൺഫിഡൻസ് ആത്മാർത്ഥമായി നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരുടെ പേര് വിവരങ്ങൾ തരാൻ ഞാൻ തയ്യാറാണ്. ഇനി എന്നോട് നിങ്ങൾ ചോദിച്ച 3 വെല്ലുവിളി ചോദ്യങ്ങൾക്കുള്ള എന്റെ മറുപടി ഇതാണ്. CT സ്കാനും എക്സ്റേയും വെച്ച് മറുപടി പറയാൻ ഞാനൊരു ഡോക്ടറോ ആരോഗ്യ വിദഗ്ധനോ അല്ല, ഒരു സാധാരണക്കാരനാണ്. ആ സേവനം തേടാനാണ് ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊന്നും ചികിത്സ തേടിയ സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഡോക്ടർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. പച്ചക്കാട്ടേ വേണ്ടത്. നിനക്കിത് ക്ലാസ് എടുത്ത് തരാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് നീ തെറ്റിദ്ധരിച്ചത്. എന്നിട്ടാണ് നീ ഒരു റീലിട്ടത് 46 ലക്ഷം ആൾക്കാരെ പൊട്ടന്മാരാക്കിയത്, ആ ഹോസ്പിറ്റലിൻ്റെ എതിരെ ഇതാക്കിയിട്ടുള്ളത്. ഇവരൊക്കെ കറക്റ്റാന്ന് നമ്മൾ പറയുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. KMC ഹോസ്പിറ്റലിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷേ കേരളത്തിലെ കുറേയേറെ നീ അതിനെ കൊള്ള സങ്കേതം എന്ന് പറഞ്ഞു. KMC ഹോസ്പിറ്റലിൽ നീ കൊള്ള സങ്കേതം, അവിടെ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് കൂലിക്ക് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടുത്തെ ഡോക്ടർ എന്നുള്ള പറഞ്ഞത്. ഇതിലെല്ലാം പറഞ്ഞ് വലിയൊരു അറ്റാക്ക് എന്താ പറയുക സ്ഥാപനത്തിൽ വരാനുള്ളത്. പാവങ്ങളോട് ലക്ഷങ്ങൾ പിഴിഞ്ഞുള്ള ചികിത്സാക്കുള്ള നടക്കുന്നുണ്ട്, അത് സത്യമാണ്. രോഗികളെ കച്ചവട കണ്ണോടെ കാണുന്ന ആശുപത്രികളും ഡോക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ആദ്യ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ആർക്കും അത് ബോധ്യപ്പെടും. എടാ, ഊക്കലും ഊഞ്ഞാലാട്ടവും ഉപദേശവും ആ 2-3 സാധനങ്ങളുണ്ടല്ലോ, അത് ഒരുമിച്ച് വേണ്ട കേട്ടോ. ബൈ ദ ബൈ, എന്താ കയ്യിൽ കിടക്കുന്നത്? പ്ലാസ്റ്റർ അല്ലേ? ലൈക്കിന് വേണ്ടി വിളിച്ചു പറയുന്ന ഒരാളല്ല ഞാനെന്ന് എന്റെ പ്രൊഫൈൽ ആദ്യ അവസാനം ഓടിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാവും. ഒരു ഡോക്ടർക്കും രോഗിക്കും ഇടയിൽ അത് സത്യം. ഇവന്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് തരംതാണ് പരിപാടി. ഇവിടെ ബിഗ് ബോസിലേക്കുള്ള പരിപാടി ഉണ്ടോ? കുറച്ച് പരിപാടികളൊക്കെ കാണിച്ചിട്ട് സാധാരണ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാതെ പണത്തിന്റെ കണക്ക് പറഞ്ഞുള്ള ലേലംവിളിയാണ് KMC ഹോസ്പിറ്റലിൽ നടന്നതെന്ന് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം. ഒരു വാക്ക് പോലും ഞാൻ നുണ പറഞ്ഞിട്ടില്ല. എന്റെ പരിക്കിന്റെ സ്വഭാവം തേടേണ്ട ചികിത്സയും ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെ ഞങ്ങൾ എന്നും നീ പച്ചയ്ക്ക് നുണ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ പരിക്കിന്റെ സ്വഭാവം തേടേണ്ട ചികിത്സയും ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മനുഷ്യർ എന്റെ പരിക്കിന്റെ സ്വഭാവം തേടേണ്ട ചികിത്സയും ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ വീഡിയോയുടെ സമയത്ത് മനസ്സിലായി. ദൈവങ്ങളെ പോലെ ഞങ്ങൾ എന്നും എപ്പോഴും കാണുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ബഹുഭൂരിപക്ഷം ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഓർത്തോപീഡിക്സ് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്കും എന്റെ ഒരു വാക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. KMC ഹോസ്പിറ്റലിൽ എന്നെ ചികിത്സിച്ച ഡോക്ടറും ഇത്തരത്തിൽ തെറ്റ് മനസ്സിലാക്കും, തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്ത് തെറ്റ് മനസ്സിലാക്കണോടാ? നമുക്ക് ഇനി പറഞ്ഞ് ശരിയാണ്, ഡോക്ടേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതുപോലെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിക്കുക എന്നല്ല. ഇത് റീച്ചാണ്.
നിനക്ക് വേണ്ടത് റീച്ചാണ്. നീ റീച്ചിനുള്ള കളിയാണ് പച്ചക്ക് കളിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മുതിർന്ന 2 ഡോക്ടർമാരോട് ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഞാൻ ബാൻഡേജ് കയ്യിൽ ധരിച്ചിരുന്നത്. വേണ്ടോ ഇപ്പൊ ഡോക്ടർമാരുടെ പേര് ഇവൻ വെട്ടിക്കളഞ്ഞു. നിന്റെ പഴയ റീലിലുണ്ട് അവരുടെ പേര്. വേണ്ട എന്ന് എന്നോട് പറഞ്ഞു, അതും സത്യമാണ്. പക്ഷേ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടുക എന്നൊരു ഓപ്ഷൻ എടുക്കണമെന്ന് നല്ലവരായ സ്നേഹമുള്ള കുറേയേറെ ഡോക്ടർ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ എന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. എടാ എന്നെ എന്താ വേണ്ടത്? ഇത്രയ്ക്ക് ഉശിരുമ്പൊളില്ലാത്തവനെ ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിന്നെ എന്താ വേണ്ടത്? പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ ഇത്രയും ആർജവത്തോടു കൂടി വന്ന് ഈ അലവലാതിത്തരം കാണിക്കാൻ അതിനുള്ള ആ തൊലിക്കെട്ടുണ്ടല്ലോ, അന്തോ നിന്റെ കയ്യിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ചികിത്സാ കൊള്ളയെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം. ഗവൺമെന്റ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കൊള്ളക്കാരെയും കൂട്ടണം. ഇറങ്ങി പോടാ അവിടുന്ന്. ആദ്യം വരെ പൂട്ടണം. കള്ളൻ, ആനക്കള്ളൻ. വെറുതെ കണ്ടിട്ടില്ലോ സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടി മാത്രം ഇതെല്ലാവരും എടുത്ത് ചർച്ച ചെയ്യും. നാലാൾ റിയാക്ട് ചെയ്യും, കമൻറ്റ് ചെയ്യും, എല്ലാവരും എടുത്ത് പറയും. എന്നിട്ട് മെല്ലെ സൈഡിൽ കൂടി മെല്ലെ ക്ഷമാപണം നടത്തിയതുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാത്തതിന് അവന് മനസ്സിലാക്കി ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു. അതും ആ തെറ്റ് മനസ്സിലാക്കണം. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തെറ്റാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. ഇവൻ റീച്ചിന് വേണ്ടി ചെയ്തതാണ്. ഇതുപോലത്തെ അലവലാതി കോണ്ടന്റിനേക്കാളും എത്രയോ പേരാണ് നമ്മളൊക്കെ ചെയ്യുന്ന റിയാക്ഷൻ. മനസ്സിലായോ? ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.